ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇന്ത്യയ്ക്ക് റെക്കോർഡ് നിക്ഷേപം ആകർഷിക്കാനായെന്നും നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ശാസ്ത്ര സാങ്കേതിക മേഖലയിലാണെന്നും പ്രധാനമന്ത്രി. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും തമ്മിലുള്ള 5ാം ഘട്ട ചർച്ച ഇന്ന്. ബുറെവി ചുഴലിക്കാറ്റ് ദുർബലമാകുന്നു. കേരളത്തിൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 94% കടന്നു. രോഗബാധിതരുടെ എണ്ണത്തിലും കുറവ്. കേരളത്തിൽ ഇന്നലെ 5718 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയ പേസർ നടരാജിന്റെയും സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിന്റെയും മികവിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. പരിഷ്കരണം, നിർവഹണം, പരിവർത്തനം എന്നീ തത്വങ്ങളോട് സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാൻ IIT USA സംഘടിപ്പിച്ച ആഗോള ഉച്ചകോടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലയിലും പരിഷ്കാരങ്ങൾ നടപ്പാക്കി വരികയാണ്. 44 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 നിയമങ്ങളായി സ്വാംശീകരിച്ചതും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് 10 പ്രധാന മേഖലകളിൽ ഇൻസെന്റീവ് സ്കീം നടപ്പാക്കിയതും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി നിരക്കുകളിലൊന്ന് ഇന്ത്യയിലാണ്. കോവിഡിന്റെ കാലത്ത് പോലും ഇന്ത്യയ്ക്ക് റെക്കോർഡ് നിക്ഷേപം ആകർഷിക്കാനായെന്നും ഈ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ശാസ്ത്ര സാങ്കേതിക മേഖലയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരും കർഷക പ്രതിനിധികളും തമ്മിലുള്ള 5ാം ഘട്ട ചർച്ച ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇന്ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി വിജേഷ്. കർഷക സംഘടനകളുമായി വ്യാഴാഴ്ച നടന്ന 4ാം ഘട്ട ചർച്ചയുടെ തുടർച്ചയാണ് ഇന്നത്തെ ചർച്ച. 40 കർഷക സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ, റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ, വാണിജ്യ സഹമന്ത്രി സോം പ്രകാശ് എന്നിവരാണ് സർക്കാരിനെ പ്രതിനിധീകരിക്കുക. കൃഷി മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. താങ്ങുവില തുടരുമെന്നും അത് ഇല്ലാതാകുമെന്ന് കർഷകർ ഭയപ്പെടേണ്ടതില്ലെന്നും കർഷക സംഘടനകൾക്ക് ശ്രീ തോമർ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. 3 കാർഷിക നിയമങ്ങളുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് കർഷക സംഘടനകൾ ഉന്നയിച്ച സംശയങ്ങൾക്കും സർക്കാർ നേരത്തെ വിശദീകരണം നൽകിയിരുന്നു. ഇന്നത്തെ ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ ഒട്ടേറെ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിരോധ മേഖലയിലെ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വ്യവസായ മേഖലയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. സായുധ സേന പതാക ദിനത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമുക്ത ഭടന്മാരുടെയും വീരമൃത്യു വരിച്ച സൈനികരുടെ ബന്ധുക്കളുടെയും ക്ഷേമം നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്ത് സമ്പദ്വ്യവസ്ഥ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗം തിരിച്ചുവരികയാണെന്ന് റിസർവ് ബാങ്ക്. 2020-21 സാമ്പത്തിക വർഷം മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം ചുരുങ്ങുന്നത് 7.5% ഒതുങ്ങുമെന്നും RBI വിലയിരുത്തി. കഴിഞ്ഞ പണവായ്പാ നയത്തിൽ സമ്പദ്വ്യവസ്ഥ 9.5% വരെ ചുരുങ്ങുമെന്നായിരുന്നു അനുമാനം. ആദ്യപാദത്തിൽ GDP 23.9% ചുരുങ്ങിയിരുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ടതോടെ രണ്ടാം പാദത്തിൽ ഇത് 7.5% ഒതുങ്ങി. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ തെലങ്കാന രാഷ്ട്ര സമിതിക്ക് 55 സീറ്റുകളിൽ വിജയം. കഴിഞ്ഞ തവണ 4 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന BJP 48 വാർഡുകളിൽ വിജയം നേടി രണ്ടാമതെത്തി. AIMIM 44 സീറ്റുകളിലും കോൺഗ്രസ് 2 സീറ്റുകളിലും വിജയിച്ചു. ആകെ 150 വാർഡുകളാണ് ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഉള്ളത്. കോവിഡ് വാക്സിൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാജ്യത്ത് ലഭ്യമാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വില കുറഞ്ഞതും ഫലപ്രദവുമായ കോവിഡ് വാക്സിനു വേണ്ടി ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുകയാണെന്നും സർവകക്ഷി യോഗത്തെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് വികസിപ്പിച്ചു വരുന്ന 8 വാക്സിനുകൾ പരീക്ഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. വാക്സിൻ നൽകുന്നതിന്റെ മുൻഗണനാക്രമം സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വാക്സിൻ പരീക്ഷണങ്ങൾ അനുകൂല ഫലം നൽകി തുടങ്ങിയാൽ കോവിഡിന്റെ പരിസമാപ്തിക്കായി ലോകത്തിന് സ്വപ്നം കാണാൻ ആരംഭിക്കാമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദനോം ഗബ്രിയേഷ്യസ്. മനുഷ്യത്വത്തിന്റെ നന്മയും ഏറ്റവും മോശമായ വശവും കോവിഡ് കാലം നമുക്ക് കാണിച്ചു തന്നു. സഹാനുഭൂതിയും നിസ്വാർത്ഥതയും നിറഞ്ഞ പ്രചോദനപരമായ പ്രവൃത്തികളും ഗവേഷണങ്ങളുടെയും പുത്തൻ ആവിഷ്കാരങ്ങളുടെയും അത്ഭുതാവഹമായ നേട്ടങ്ങളും കോവിഡ് കാലത്തുണ്ടായി. സ്വാർത്ഥ താൽപര്യങ്ങളുടെയും ഭിന്നതയുടെയും കാഴ്ചകളും നാം കണ്ടു. കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധികളെ അതിജീവിച്ച് ലോകത്തിന് മുന്നോട്ട് പോകണമെന്നും ടെഡ്രോസ് അദനോം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. നിവാർ ചുഴലിക്കാറ്റിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമുണ്ടായ നാശനഷ്ടങ്ങൾ പരിശോധിക്കാൻ നിയോഗിച്ച അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം ഇന്ന് സന്ദർശനം ആരംഭിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അശുതോഷ് അഗ്നിഹോത്രിയാണ് 8-അംഗ സംഘത്തെ നയിക്കുന്നത്. കൃഷി, ദേശീയപാത, ധനകാര്യം, വൈദ്യുതി, ഗ്രാമവികസനം, മത്സ്യബന്ധനം, ജലവിഭവം എന്നീ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ സംഘത്തിലുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്ന സംഘം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ബുറേവി ചുഴലിക്കാറ്റ് ദുർബലമാകുന്നു. ഇന്നലെ പകൽ അതിതീവ്ര ന്യൂനമർദ്ദവും രാത്രിയോടെ തീവ്ര ന്യൂനമർദ്ദവുമായി മാറിയ ബുറേവി മാന്നാർ കടലിടുക്കിൽ തന്നെ തുടരുകയാണ്. തമിഴ്നാടിന്റെ തെക്കൻ തീരത്ത് ശക്തമായ മഴ തുടരുകയാണ്. കൃഷിനാശവുമുണ്ട്. തഞ്ചാവൂരിൽ 3 പേർ മരിച്ചു. ചെന്നൈ ഉൾപ്പെടെ 21 ജില്ലകളിൽ മഴ തുടരുകയാണ്. ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ 40 വർഷത്തിന് ശേഷം വെള്ളം കയറി. ഇന്നലെ വൈകിട്ടോടെ തിരുവനന്തപുരത്തും ശക്തമായ മഴ പെയ്തു. ഇന്നും മഴ തുടരും. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇന്ന് വൈകുന്നേരം വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളത്തിൽ ഇന്നലെ 5718 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5496 പേർ രോഗമുക്തി നേടി. 29 മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.95%. 61,000-ലധികം പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. രാജ്യത്ത് 36,652 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 96,08,211 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 512 പേർക്ക് ജീവൻ നഷ്ടമായതോടെ ആകെ മരണസംഖ്യ 1,39,700 കടന്നു. 4,90,689 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. രോഗമുക്തരുടെ എണ്ണം 90,58,822 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 42,533 പേർ കൂടി രോഗമുക്തരായി. രോഗമുക്തി നിരക്ക് 94.20% ഉയർന്നു. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,62,00,000 കവിഞ്ഞു. 15 ലക്ഷത്തിലധികം പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട്. 1,88,00,000-ലധികം പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 4,58,00,000-ഓളം പേർ രോഗമുക്തരായി. ആഗ്ര മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഗ്ര മെട്രോയുടെ 2 ഇടനാഴികൾ പൂർത്തീകരിക്കുന്നതിന് ഉത്തർപ്രദേശ് മെട്രോ റെയിൽ കോർപ്പറേഷൻ 5 വർഷത്തെ സമയപരിധിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. താജ്മഹൽ കാണാനെത്തുന്ന ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾക്ക് ഹരിത ഗതാഗതത്തിന്റെ പുതിയ അനുഭവം ആഗ്ര മെട്രോയിലൂടെ ലഭിക്കും. അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയ പേസർ ടി നടരാജന്റെയും കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിന്റെയും മികവിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ ട്വന്റി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. 162 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസിനെ നടരാജനും ചഹലും ചേർന്നാണ് പിടിച്ചുകെട്ടിയത്. 20 ഓവറിൽ 7 വിക്കറ്റിന് 150 റൺസ് നേടാനേ ആതിഥേയർക്ക് കഴിഞ്ഞുള്ളൂ. ആദ്യ മത്സരത്തിൽ ജയിച്ചതോടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. അസമിൽ ഈ മാസം 15 മുതൽ അവസാന വർഷ വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റലുകൾ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. ഹോസ്റ്റൽ സൌകര്യങ്ങൾ ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ മാതാപിതാക്കളിൽ നിന്ന് സമ്മതപത്രം സമർപ്പിക്കണമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇന്ത്യയ്ക്ക് റെക്കോർഡ് നിക്ഷേപം ആകർഷിക്കാനായെന്നും നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും ശാസ്ത്ര സാങ്കേതിക മേഖലയിലാണെന്നും പ്രധാനമന്ത്രി. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും തമ്മിലുള്ള 5ാം ഘട്ട ചർച്ച ഇന്ന്. ബുറേവി ചുഴലിക്കാറ്റ് ദുർബലമാകുന്നു. കേരളത്തിൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 94% കടന്നു. രോഗബാധിതരുടെ എണ്ണത്തിലും കുറവ്. കേരളത്തിൽ ഇന്നലെ 5718 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അരങ്ങേറ്റം അവിസ്മരണീയമാക്കിയ പേസർ നടരാജന്റെയും സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിന്റെയും മികവിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ ട്വന്റി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.